ഓം നമഃശിവായ. കോട്ടയം വൈക്കം മഹാദേവ ക്ഷേത്രം. ഇത് ആലപ്പുഴ ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും എറണാകുളം ജില്ലയുടെയും ഏകദേശം ബോർഡർ ഭാഗമാണ്. വൈക്കം ടൗണിൻ്റെ ഒത്ത സെൻട്രലാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഈ വടക്കേ നടയിൽ നമ്മൾ കയറുന്നിടത്താണ് ക്ഷേത്ര കലാപീഠം. 1982 സ്ഥാപിച്ചതാണ്. ഇവിടെ നാദസ്വരം, പഞ്ചവാദ്യം, തവില്, പിന്നെ പഞ്ചവാദ്യത്തിൽപ്പെട്ട ഇടയ്ക്ക, മന്ദളം, ജലതാളം, കൊമ്പ്, തിമില ഇങ്ങനെയുള്ളത് എല്ലാം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ കളമെഴുത്ത് പാട്ടും സോപാന സംഗീതവും ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറുമ്പം എന്തോ ഒരു മനസ്സിനൊരു പ്രത്യേക ഒരു ശാന്തതയും ഒരു ഉന്മേഷവും ഒക്കെയാണ്. ഈ ക്ഷേത്രത്തിൽ എനിക്ക് കയറി കണ്ടപ്പം വേറൊരു അത്ഭുതം, മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും പോയി കാണാത്തൊരു അത്ഭുതം എന്ന് തന്നെ പറയാം. ക്ഷേത്രത്തിന് എങ്ങനെ പോയാലും ഒരു 1000 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. പക്ഷേ ക്ഷേത്രം കയറി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പഴമ കാണാനില്ല. എല്ലാം നല്ല വൃത്തിക്ക് സൂക്ഷിച്ചേക്കുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ മിറ്റവും കാര്യങ്ങളും എല്ലാം ഒന്ന് ആ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം. ഒരു കരിയില പോലും വീണാൽ തന്നെ അത് ആ സമയത്ത് തന്നെ അന്നേരം തന്നെ അത് പിറക്കി കളഞ്ഞ് വൃത്തിക്ക് ആണ് സൂക്ഷിച്ചേക്കുന്നത്. ഈ ക്ഷേത്രത്തിന് റൗണ്ട് റോഡാ. ഏകദേശം 1 കിലോമീറ്ററോളം ചുറ്റളവുണ്ട്. ക്ഷേത്രത്തിനകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ഏക്കർ സ്ഥലമാണ്. ചുറ്റുമതിൽ കെട്ടി തിരിച്ചിട്ടേക്കുക. ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി ക്ഷേത്രം ചുറ്റി ഒരു വലം വെക്കാൻ തന്നെ നല്ലൊരു നടപ്പുണ്ട്. ഓം നമഃശിവായ. ഈ ക്ഷേത്രത്തിന് ഒരു 1000 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണ്. തടി കൊണ്ടുള്ള കൊത്തുപണികളും ശില്പങ്ങളും എല്ലാം കാണാൻ നല്ല അതിമനോഹരമാണ്. പിന്നെ കരകൗശല വിദ്യകൾ അങ്ങനെ ഒട്ടനവധി ഇതുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രതിഷ്ഠ ഒരു സ്വയംഭൂ പ്രതിഷ്ഠ എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രതിഷ്ഠ ഒരു സ്വയംഭൂ പ്രതിഷ്ഠയാണ് ശിവഭഗവാന്റെ. ഓം നമഃശിവായ. ഈ വൈക്കം ക്ഷേത്രമല്ലാതെ വൈക്കം സത്യാഗ്രഹം ആ ഒരു ഇതിൽ കൂടെ ഈ വൈക്കം സ്ഥലം അറിയപ്പെടുന്ന ഒരു മേഖലയാണ്. ഒരു ഗാന്ധിജിയുടെ സ്മാരകമൊക്കെ ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് തന്നെ ഒരു 1/2 കിലോമീറ്ററില്ല, ഒരു 300-400 മീറ്റർ മാറി ഉണ്ട്. ഇതാണ് ക്ഷേത്രത്തിലെ കിഴക്കേ നട. ഈ കിഴക്കേ നടയിൽ നിന്ന് കയറി വരുമ്പം ഒരു അരയാലൊക്കെ ഉണ്ട്. അതിനെ ദിവസവും രാവിലെ 7 തവണ വലം വെക്കുന്നത് പുണ്യപ്രവർത്തിയായിട്ടാണ് കാണുന്നത്. ആ കയറി ഇങ്ങോട്ട് വരുമ്പോഴാണ് ഒരു ആനക്കൊട്ടിലുണ്ട്. ആ ആനക്കൊട്ടിൽ വെച്ചാണ് തുലാഭാരവും ചോറൂണ്, ഉത്സവ സമയത്തെ മേളം, വിവാഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ആ കാണുന്നത് അത് ആ ഗോപുരം അത് ഭയങ്കര വലിപ്പത്തിനുള്ള കരിങ്കല്ല് കൊണ്ട് പണിതേക്കുന്ന തൂണുകളാണ്. നമുക്ക് ചുറ്റിയൊന്നും പിടിക്കാൻ പറ്റത്തില്ല, അതേപോണക്കത്തെ ഭയങ്കര തൂണുകളാണ്. അതിപ്പുറത്താണ് നാഗേഷി.
ആ സൈഡിൽ തന്നെയാണ് വേറൊരു ആൾത്തറയുണ്ട്. ആ ആൾത്തറയിലാണ് പനച്ചക്കൽ ഭഗവതിയെ കുടിയിരുത്തിയേക്കുന്നത്. ഇവിടെ വനദുർഗ, ഭദ്രകാളി, യക്ഷി അങ്ങനെ 3 ദൈവങ്ങളെയാണ് അവിടെ കുടിയിരുത്തിയേക്കുന്നത്. അത് ആ തെക്കേ നടയിൽ നിന്ന് വന്ന് കയറുമ്പം കാണുന്ന ആ ഭാഗമായിട്ട് വരും. ഓം നമഃശിവായ. ഇത് കിഴക്കേ നടയുടെ ഭാഗമാണ്. ഇനി നമുക്ക് ആ കിഴക്കേ നടയുടെ നേരെ ഫ്രണ്ടിലാണ് അവിടുത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഇതാണ് കിഴക്കേ നട. ഇതിനോട് ചേർന്ന് തന്നെയാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ക്ഷേത്രത്തെ ഇങ്ങനെ ചുറ്റി ചുറ്റി റോഡുണ്ട്. ഓം നമഃശിവായ. ഇവിടുന്ന് നേരെ കിഴക്കേ നടയിൽ നിന്ന് നേരെ ചെന്ന് കയറി ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറുന്ന ഭാഗമായത്. ഇവിടുന്ന് ആ വലത്തോട്ട് ആ പോകുന്ന റോഡ് അതുവഴി ചെന്നാലും ആ കൃഷ്ണൻ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റും. ആ കുളത്തിൻ്റെ അതുവഴിയാണ് ആ വഴി കിടക്കുന്നത്. ഇതാണ് നമ്മൾ കിഴക്കേ നടയെന്ന് ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറുന്ന ആ ഭാഗങ്ങളാണ്. ഓം നമഃശിവായ. ഓം നമഃശിവായ. ഈ ക്ഷേത്രത്തിൻ്റെ അങ്ങേ അറ്റത്ത് കാണുന്ന ആനക്കൊട്ടിൻ്റെ അവിടെയാണ് കൊടിമരം. വലിയൊരു സ്വർണ്ണ കൊടിമരമാണ്. അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു നന്ദികേശൻ്റെ ഒരു ശില്പമൊക്കെ ഉണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ 4 മൂലയ്ക്കും അതുപോലെ തന്നെ ഓരോ നന്ദികേശൻ്റെ ശില്പങ്ങളും പണിത് വച്ചിട്ടുണ്ട്. ഓം നമഃശിവായ. നമുക്ക് ക്ഷേത്രത്തിൻ്റെ ആ ഉള്ളു കാണാൻ പറ്റില്ല. ആ കൊടിമരവും അതിൻ്റെ ചുറ്റുപാട്ട് കാണാം. ഇതാണ് കൊടിമരത്തിൻ്റെ ചുവടുഭാഗം. അതിൻ്റെ നേരെ പുറകിലാണ് ബലിക്കല്ല്. ബലിക്കല്ലിന് ഒരു 10 അടിയോളം പൊക്കമുണ്ട്. കൊടിമരം ഇത് സ്വർണം കൊണ്ട് പൂശിയതാണ്. ആ ക്ഷേത്രത്തിൽ ആ സെൻട്രിൽ നിന്നാണ് കൊടിമരം മേപ്പോട്ട് കയറിപ്പോയേക്കുന്നത്. അവിടെ തന്നെ ഒരു കിടാവിളക്കും ഉണ്ട്. ഇതാണ് ബലിക്കല്ല്. ഒരു 10 അടിയോളം പൊക്കമുണ്ട്. അതിൻ്റെ തന്നെ ഇടത്തെ സൈഡിൽ ഗണപതിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. ഓം നമഃശിവായ. അതിൻ്റെ അപ്പുറത്ത് ഗണപതിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. ആ പ്രതിഷ്ഠയ്ക്ക് പറയുന്നത് സ്തംഭഗണപതി എന്നാണ് പറയുന്നത്. ആ ഗണപതി ഭഗവാനെ വണങ്ങിയിട്ട് വേണം ക്ഷേത്രത്തിൽ കയറി തൊഴാനൊക്കെ. ക്ഷേത്രത്തിൻ്റെ അകത്ത് ശിവഭഗവാന് നേരെ എതിരായിട്ട് വലിയൊരു നന്ദികേശൻ്റെ ഒരു പ്രതിമയുണ്ട്. അതിൻ്റെ ഇടത്തെ സൈഡിലും ഗണപതിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. ഓം നമഃശിവായ. ഓം നമഃശിവായ. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ 4 സൈഡിലും 4 മൂലയ്ക്കും ഇതേപോലത്തെ തന്നെ നന്ദികേശൻ്റെ ശില്പങ്ങളുണ്ട്. പലരും ഭക്തർ വന്ന് നന്ദികേശൻ്റെ ചെവിയിൽ സ്വന്തം വിഷമങ്ങളും പരിഭവങ്ങളും സങ്കടങ്ങളും എല്ലാം പറയുന്നുണ്ട്. ഓം നമഃശിവായ. ഓം നമഃശിവായ. ഇവിടെ ആ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ ഒരു 1/2 കിലോമീറ്റർ മാറി ഒരു ബോട്ട് ജെട്ടിയും ഫെറി സവാരിയും ഒക്കെ ഉണ്ട്. ജങ്കാറും പിന്നെ
വൈക്കം സത്യാഗ്രഹമൊക്കെ നടന്നതിൻ്റെ ഒരു സ്മാരകമായിട്ട് ഗാന്ധിജിയുടെ ഒരു മ്യൂസിയവും ഒക്കെ ഉണ്ട്. അങ്ങോട്ട് ഞാൻ പോയി അതും വീഡിയോ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു 2 മിനിറ്റത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പോയ വഴിക്ക് മുട്ടനൊരു ഉടുമ്പിനെ കണ്ടായിരുന്നു. ഉടുമ്പ് എന്നെ കണ്ടിട്ട് ഒരു മൈൻഡും ഇല്ലാതെ നിന്നപ്പോഴാണ് ഞാൻ അവർ തന്ന ഒരു വീഡിയോ എടുത്തേക്കാണ്. അങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് നാദസ്വരം വായന പഠിച്ച കുട്ടികൾ ഗുരുക്കന്മാർക്ക് ദക്ഷിണയൊക്കെ കൊടുക്കുന്നതിൻ്റെ ഭാഗങ്ങളാണ്. ഞാൻ ആദ്യം കാണിച്ച കലാപീഠത്തിൻ്റെ ആ 2ാമത്തെ നിലയാണ്. എൻ്റെ ഇടത്തെ സൈഡിലാണ് അമ്പലത്തിൻ്റെ കുളം. ഓം നമഃശിവായ. ഇതിൻ്റെ 2ാമത്തെ നില തടി കൊണ്ടുള്ള നല്ല കാലപ്പഴക്കമുള്ള കെട്ടിടമാണ്. ഇതാണ് കൃഷ്ണസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ വന്ന് ആ കുളത്തിലേക്ക് ഇറങ്ങാൻ പറ്റും. പിന്നെ ക്ഷേത്രത്തിൽ വരുന്ന ഒരു കുളത്തിലിറങ്ങുന്നത് ആ ക്ഷേത്രത്തിൽ നമ്മൾ കയറിക്കഴിഞ്ഞാൽ ആ കലാപീഠത്തിൻ്റെ നടുക്കൂടെ ഒരു അമ്പലക്കുളത്തിലേക്ക് ഇറങ്ങാനെ കൊണ്ടൊരു വഴിയുണ്ട്. അതുകൊണ്ട് ആ വഴിയായത്. കുളത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഒരു 2-3 സ്റ്റെപ്പ് വരെ ഇറങ്ങാം. അത് കഴിഞ്ഞ് ഗ്രില്ലിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്തേക്കുക. അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിറച്ച് മീനുകളുണ്ട്. വലിയൊരു ക്ഷേത്രക്കുളമാണ്. നല്ല കണ്ണുനീര് പോലുള്ള വെള്ളമാണ്. ഓം നമഃശിവായ. വലിയൊരു കുളമാണ്. നല്ല വീതി നീളവും വിസ്താരവും ഉള്ള വലിയൊരു കുളമാണ്. ഇത് ഔട്ട് സൈഡ് ആൾക്കാർ ആ റോഡ് സൈഡിൽ നിന്നൊരു ചെറിയൊരു ഇതുണ്ട്, ഇറങ്ങാനൊക്കെ ഉണ്ട്. അതുവഴി ഇറങ്ങി കുളിക്കുന്നവരാണ്. നമുക്ക് ആ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇറങ്ങി കുളിക്കാൻ തോന്നും. നല്ല കണ്ണുനീര് പോലുള്ള വെള്ളവും നല്ല തണുപ്പുമാണ് വെള്ളത്തിന്. ഓം നമഃശിവായ. ഓം നമഃശിവായ. ഞാൻ മുമ്പ് പറഞ്ഞ ഉടുമ്പിനെ, ഇവനാണ് ആ ഉടുമ്പ്. ഞാൻ അത്രയും അടുത്ത് ചെന്നിട്ട് പോലും എന്നെ ഒരു മൈൻഡില്ല. സാധാരണ ആ ഉടുമ്പൊക്കെ നമ്മുടെ ഒരു അനക്കോ ഇതൊക്കെ വന്നു കഴിയുമ്പം ചാടിപ്പോകുന്നതാണ്. ഇതാശാൻ എന്നെ കണ്ടിട്ട് ഒരു മൈൻഡും ഇല്ല. പിന്നെ ലാസ്റ്റ് ഞാനങ്ങ് തിരിച്ചു പോകുന്നതാണ്. ഇതാണ് ബോട്ട് ചട്ടി. ഇത് വാഹനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്ന ജങ്കാറ. അക്കരെ ആ ഭാഗം ചേർത്തല സൈഡാണ്. ഇവിടുന്ന് അക്കരയ്ക്ക് പോകുന്നതാണ്. പിന്നെ ആ വലത്തെ സൈഡിൽ കൊണ്ട് അങ്ങനെ അപ്പുറത്ത് കാണുന്നത് അതാണ് പാസഞ്ചറിനൊക്കെ ഉള്ള പോകാനുള്ള ബോട്ടിങ്. ഒരാൾക്ക് 6 രൂപയേ ഉള്ളൂ 1 സൈഡ്. തിരിച്ച് ഇങ്ങോട്ടുകൂടെ വരുവാണെങ്കിൽ 12 രൂപ. ഞാൻ ആദ്യം വന്ന് പോയിട്ട് വരാമെന്ന് ഓർത്തു. പിന്നെ സമയക്കുറവ് മൂലം അത് വേണ്ടാന്ന് വെച്ചു. ഇതാണ് പാസഞ്ചറിന് സവാരി നടത്താൻ പോകാനെ കൊണ്ടുള്ള ഭാഗങ്ങൾ. ഇതിൻ്റെ ഇപ്പുറത്തെ ഈ റോഡിന് ഇപ്പുറത്തെ സൈഡിൽ തന്നെയാണ് ഗാന്ധിജിയുടെ ആ മ്യൂസിയം. ഞാൻ അതിൻ്റെ അകത്ത് കയറി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്തില്ല. എല്ലാം കയറി കണ്ട് ഇറങ്ങി പോന്നു. ആ വലത്തെ സൈഡിൽ കാണുന്ന ബോട്ട് അത് സോളാറിൽ പ്രവർത്തിക്കുന്നതാണ്. ഇടത്തെ സൈഡിൽ കാണുന്നത് ഡീസൽ എഞ്ചിനേലും. ഇവിടെ വന്നാൽ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് 1/2 കിലോമീറ്റർ കഷ്ടിച്ചേ ഉള്ളൂ ഇവിടെ വരെ വരാൻ. ഓം നമഃശിവായ.